എവരിവൺ, ഓണൊക്കെ ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അപ്പം തന്നെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് 2 പച്ചമാങ്ങ എടുക്കാം. ഞാൻ ഇവിടെ 2 എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം മാങ്ങ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലോണം വാഷ് ചെയ്തതിൻ്റെ അഴുക്കൊക്കെ കളയുക. ഈ മാങ്ങ ഞാൻ തൊലിയോട് കൂടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തൊലി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് പീൽ ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തുടച്ചെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. അതുകൊണ്ട് നല്ലോണം ടിഷ്യൂ പേപ്പറിലോ ഒരു കോട്ടൺ തുണിയിലോ മാങ്ങ നന്നായിട്ട് തുടച്ചെടുക്കുക. കാരണം വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പം ഞാൻ ദേ ഇവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളമില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കടുമാങ്ങ അച്ചാറിന് നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അത് കാണാനൊരു ഭംഗി. അതുകൊണ്ട് നല്ല തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. മാങ്ങ ഏത് വേണേലും എടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ നാടൻ മാങ്ങയൊക്കെ അച്ചാറിടാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മാങ്ങ എടുക്കുമ്പം അത് ഇച്ചിരി ഒരു പുളിയും കുറച്ച് മധുരമൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ കടുമാങ്ങ അച്ചാറിന് ബെസ്റ്റാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. എനിക്ക് കുറച്ച് മധുരം കുറച്ച് പുളിയൊക്കെ ഉള്ള അച്ചാറാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനത്തെ മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പം ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചേർക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ നുറുങ്ങ് വ്യക്തികളെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് കുനുകുനാന്നരിയണം. കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് അരിയണം കേട്ടോ. നമുക്ക് മാങ്ങയുടെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിയുമ്പോഴാണ് കടുമാങ്ങ അച്ചാറിന് അതിൻ്റെതായ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുരുകുരാന്നരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു നീളത്തിലാണ് ഞങ്ങൾ കട്ട് ചെയ്യാറുള്ളത് സാധാരണ. അപ്പോൾ ദേ ഇങ്ങനെയാണ് കേട്ടോ ഓരോ പീസും ഇരിക്കുക. എല്ലാം ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എല്ലാം ഒരേപോലെ അരിയാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ നീളത്തിൽ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം. വളരെ കുറച്ച് മിനിറ്റ് മതി ഇതുണ്ടാക്കാനായിട്ട്. നമുക്ക് ആദ്യം തന്നെ മാങ്ങ അരിഞ്ഞ് മാറ്റി വെക്കണം. എന്നാലേ അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് മാങ്ങ സെറ്റായി കിട്ടും. അങ്ങനെ നമ്മൾ ഫുൾ മാങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഉപ്പ് ഇച്ചിരി അധികം ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ് കുറഞ്ഞു പോകരുത്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന LGയുടെ കായപ്പൊടിയാണ്. നിങ്ങൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഈ ഒരു കായപ്പൊടിയാണ് കേട്ടോ. ഇതിന് നല്ല മണമാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ടോ കൈക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിത് തിരുമ്മി കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരുമുകയാണെങ്കിൽ ഇത് ഒന്നും കൂടെ നല്ലതാണ്. അപ്പം ഞങ്ങളിവിടെ സ്പൂണാണ് യൂസ് ചെയ്യുന്നത് മിക്സ് ചെയ്യാനായിട്ട്. ആ ഉപ്പും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും എല്ലാം എല്ലാ കഷ്ണത്തിലും പിടിക്കണം. അതുപോലെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വേണം. വെളുത്തുള്ളി വേണേൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ്. എന്തായാലും കുറച്ച് വെളുത്തുള്ളി വേണം. എന്നിട്ട് നമുക്കതിങ്ങനെ 2ആയിട്ട് അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 4ആയിട്ട് കീറണമെന്നുണ്ടെങ്കിൽ 4ആയിട്ടും കീറിയിടാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും അതുപോലെ തന്നെ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. കുനുകുനാന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിനേക്കാളും നിങ്ങൾ എന്തേരം വെളുത്തുള്ളി എടുത്തോ ആ വെളുത്തുള്ളിയുടെ അളവിനേക്കാൾ കുറവായിരിക്കണം ഇഞ്ചി കുറച്ച് മതി കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 4 നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് 4ഓ 5ഓ ആക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഒരു പാൻ എടുക്കുക. അത് ചൂടാക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് അടുത്താണ് ഇതിൻ്റെ പൊടിക്കൈ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കടുവിട്ട് കൊടുക്കുക. ഇതിൽ എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ ഒഴിക്കാണ്ട് ഡയറക്റ്റ് കടുവിട്ട് കൊടുക്കുക. കുറച്ച് കടുവിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ചൂടാക്കണം.
ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മളിതിൽ എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടാവുക. ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടുന്ന കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കടുക് ഇങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മളിത് എടുത്ത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ സ്റ്റോൺ വെച്ച് ഇടിച്ച് പൊടിക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടാണെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇത് കണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇതേ പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കരുത്. നല്ലെണ്ണ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ചാർക്ക് കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, കറിവേപ്പില, നമ്മുടെ പച്ചമുളക് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം തീയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക, ഒരിക്കലും കൂട്ടി വെക്കരുത്. തീരെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തായിരുന്നു മാങ്ങ അരിഞ്ഞപ്പോൾ, അത് കൂടാണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. അതും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് സാധാരണ ചില്ലി പൗഡറില്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ 1 സ്പൂൺ ആഡ് ചെയ്ത്, നമുക്ക് എന്തോരം എരിവ് വേണം, എരിവൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചമണം വരുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കടുകും ഉലുവയും പൊടിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ, ആ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ. ഇത് ഒരിക്കലും കരിഞ്ഞു പോകരുത്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, അതങ്ങ് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. മാങ്ങയിലെല്ലാം, മാങ്ങ കഷ്ണങ്ങളിലും അതെല്ലാം ഗ്രേവി എല്ലാം പിടിക്കണം. അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കഷ്ണങ്ങളിൽ എല്ലാത്തിലും ഈ ഗ്രേവി പിടിക്കണം. അതുകൊണ്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം തീ ഓഫ് ചെയ്തിട്ടേക്കാം, നമുക്ക് സ്റ്റൗവിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ സ്വാദിഷ്ടമായ കടുമാങ്ങ അച്ചാർ ഇത് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നമ്മുടെ സദ്യയിലൊക്കെ, ഓണസദ്യയിലൊക്കെ മെയിനായിട്ട് ഒഴിച്ചു വിടാനാവാത്ത ഒരു ഐറ്റമാണല്ലേ കടുമാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. അപ്പം ലിൻഡോസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു കുപ്പിയിലേക്ക് മാറ്റാം. നന്നായിട്ട് അടച്ചു വെക്കണം, എയറൊന്നും കയറാണ്ട്, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് നമുക്കിത് മാറ്റിയിടാം. ഇതൊരു 1 വീക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 1 വീക്കിനുള്ളിൽ എന്തായാലും ഇത് തീരും. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടുമാങ്ങ അച്ചാറാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അച്ചാർ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.